നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. വായനാശീലവും ലഹരിവിരുദ്ധ സന്ദേശവും കൈകോർത്ത് മാതൃകയായി മണക്കാട് ദേവിവിലാസം LP സ്കൂൾ. വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി, പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. വായനാശീലം വളർത്തിയും ലഹരിമുക്ത സമൂഹമെന്ന സന്ദേശം കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിച്ചും മാതൃകാപരമായ സാമൂഹിക ഇടപെടലിന് വേദിയായി മണക്കാട് ദേവിവിലാസം LP സ്കൂൾ. വായനാ ദിനാചരണ വാരാചരണത്തിൻ്റെ ഭാഗമായി മിഷൻ കൊട്ടിയം ജനകീയ വാട്സാപ്പ് കൂട്ടായ്മ, റാവുത്തർ ഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി, കൊല്ലം ശ്രീനാരായണ കോളേജ് NSS യൂണിറ്റ് 27 A&B എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. പരിപാടിയിൽ KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 30 വായനാ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചെറുകഥകൾ, ബാലസാഹിത്യം, പുരാണകഥകൾ, നാടൻ പാട്ടുകൾ, നാടൻ കവിതകൾ, കുട്ടിക്കവിതകൾ, കുട്ടിക്കഥകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് സമ്മാനിച്ചത്. ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളിൽ വായനാശീലം വളർത്തുക, ഭാഷാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ചിന്താശേഷിയും സർഗാത്മകതയും വർദ്ധിപ്പിക്കുക, നല്ല മൂല്യബോധം രൂപപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ലഹരി ഉപയോഗത്തിൻ്റെ ഗുരുതരമായ സാമൂഹികവും ആരോഗ്യപരവുമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ ലഹരിക്കെതിരായ അവബോധം വളർത്തുകയും ആരോഗ്യകരവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിൽ ലഹരിക്കെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മിഷൻ കൊട്ടിയം ജനകീയ വാട്സാപ്പ് കൂട്ടായ്മ ഫൗണ്ടറും റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ചെയർമാൻ പ്രദീപ് കുമാർ S പുസ്തക വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് S മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്ത് വായനയുടെ പ്രാധാന്യവും ലഹരിയുടെ ദൂഷ്യഫലങ്ങളും വിശദീകരിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക ദിവ്യ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ വികസന സമിതി ചെയർമാൻ മണിലാൽ, റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ നൌഷർ റാവുത്തർ, മിഷൻ കൊട്ടിയം ജനകീയ വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹി സജിത ഷാജഹാൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഷംല S, അധ്യാപകരായ സുമിത്ര S, സിംല നാസർ, നന്ദൻ AS, സീമ S, ശ്രീജയ S, രാഖി G, രേഖ J, കൊല്ലം ശ്രീനാരായണ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ PJ അർച്ചന, ഡോക്ടർ ശ്രുതി നന്ദൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NSS വിദ്യാർത്ഥിനി നന്ദന ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, NSS വോളണ്ടിയർമാർ, രക്ഷിതാക്കൾ എന്നിവർ ഒരുമിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. വായനയിലൂടെ അറിവും സംസ്കാരവും വളർത്തുകയും ലഹരിയിൽ നിന്ന് അകന്ന് ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ സന്ദേശം കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ സംയുക്ത പരിപാടി മാതൃകാപരമായ സാമൂഹിക ഇടപെടലായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് L യോഗത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.